കണ്ടിട്ട് വലിയ ആള് കണക്കൊന്നും ഇല്ലാത്ത സ്ഥലം. നമുക്ക് കൂടാൻ പറ്റിയ സ്ഥലം അത്. എടാ എന്നാ വാടാ, നമുക്ക് പോയി വാങ്ങിട്ട് വരാം. എനിക്കിനി വയ്യ, നിങ്ങൾ പോയിട്ട് വാ, ഞാൻ കുറച്ചു നേരം ഇവിടെ ഇരിക്കട്ടെ. എന്താടാ? ഒന്നുമില്ലടാ, ഞാനൊരു സ്വപ്നം കണ്ടു. ദൂരെ ഒരു സ്ഥലത്ത് കുറെ നിധിയൊക്കെ ഉള്ള. എന്താടാ നിധിയോ? നീ എന്താ വീട്ടിൽ വല്ല കാട്ടച്ചപ്പ് എടുത്ത് വലിച്ചോ? വരുന്നുണ്ടേ വാടാ. എടാ നിങ്ങളറിഞ്ഞോ, നമ്മുടെ നാട്ടില് നിധിയും തപ്പി വന്ന ആളല്ലേ ഇന്ന് പോവാണല്ലേ? എന്ത് നിധിയോ? ആടാ, കുറച്ച് ദിവസം മുന്നേ ഒരാൾ ഇവിടെ നിധിയും തപ്പി വന്നിട്ടില്ലേനോ? അയാൾക്ക് അത് കിട്ടിയൊന്നുമില്ല, അയാൾ ഇന്ന് പോവാണല്ലേ? എടാ, ഞാൻ നേരത്തെ കണ്ട സ്വപ്നത്തിനെ പറ്റി നിങ്ങളടുത്ത് പറഞ്ഞില്ലേ? ഈ പാവം പറഞ്ഞ കാര്യം കേട്ടില്ലേ? അത് തമ്മിൽ എന്തോ കണക്ഷൻ ഇല്ലേ? നമുക്കൊന്ന് അയാളെ കണ്ടിട്ട് വന്നാലോ? നമുക്കൊന്ന് പോയാ കിടന്നാലേ. ചേട്ടാ, നിങ്ങൾ അന്വേഷിച്ചു വന്ന നിധിന്റെ കാര്യങ്ങളെ പറ്റി ഞങ്ങൾക്ക് പറഞ്ഞുതരോ? അതിനെപ്പറ്റി നിങ്ങൾ എന്തിനാ അറിയുന്നേ? നിങ്ങൾ അറിയാവുന്ന കാര്യങ്ങളൊന്ന് പറഞ്ഞ ഞങ്ങളൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. ഒരു നിധീന്റെ പിന്നാലെ പോയി എന്റെ ജീവിതത്തിലെ കുറെ നാളുകൾ വെറുതെ പോയി. ഇനി ഇതേ തെറ്റ് നിങ്ങളും ആവർത്തിക്കണോ വെറുതെ? അത് കുഴപ്പമില്ല ചേട്ടാ, നിങ്ങൾ അറിയാവുന്ന കാര്യം പറഞ്ഞു തന്നാ മതി. ആകേണ്ടായിരുന്ന ഒരു പ്രതീക്ഷ ഈ ഒരു മാപ്പായിരുന്നു. ഇത് നിങ്ങൾക്കെങ്കിലും ഉപകാരപ്പെടട്ടെ. എടാ, ഈ മാപ്പിൽ പറയുന്ന പോലെയാണെങ്കിൽ ഈ വീടിന് മുന്നിലാണ് നിധി ഉള്ളത്. ഇതിൽ കാണുന്ന ഈ അടയാളം ഇവിടെ എവിടെയുണ്ടോ നോക്കണം. വാ 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 വാ. എടാ നമ്മൾ രക്ഷപ്പെട്ടടാ. കിട്ടി. എടാ, നിങ്ങൾ പോയിട്ട് ഇവിടെ കുഴിക്കാൻ എന്തെങ്കിലും എടുത്തോണ്ടോ? ഓരോട് ചോദിച്ചിട്ടാണ് എന്റെ പറമ്പിക്ക്. ചേട്ടാ ഒന്നും ചെയ്യലേട്ടാ, അവനൊരു നിധി സ്വപ്നം കണ്ട, അപ്പൊ തപ്പി വന്നപ്പോ ഇവിടെയാ എത്തിപ്പെട്ടെ. മുമ്പ് ഞാൻ ഇതുപോലെ ഒരു സ്വപ്നം കണ്ടിരുന്നു. ദൂരെ ആൾത്താമസില്ലാത്തൊരു വീട്ടിൽ നിധി കിടക്കുന്നതായിട്ട്. നിങ്ങളെപ്പോലെ ഒരു മാപ്പൊന്ന് തപ്പിപ്പിടിച്ച് അതിന്റെ പിന്നാലെ പോകാൻ ഞാൻ അത്ര മണ്ടനാണ്. എന്താടാ, എന്തിനാ ഓടിയേ? നമ്മൾ എവിടെ നിന്നാണോ നിധി അന്വേഷിച്ചു തുടങ്ങിയത് അവിടെ തന്നെ നിധിയുള്ള